വാവ്, വക്കീൽ വിളിക്കുന്നു. സോ ഇനി തൃക്കാക്കര വേറെ കേസ് കൊടുത്തു. അതായത് ഞാനും എൻ്റെ പ്രൈവറ്റ് വീഡിയോസ് ലീക്ക് ആക്കുവാണെന്ന്. അവൻ്റെ പ്രൈവറ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലെയാണ്. കാരണം അത് കാണാത്ത ആൾക്കാരില്ല. സ്നാപ്ചാറ്റിൽ തുര നമ്മൾ ഈ ക്ലാസ്സിൽ അസൈൻമെൻറ്റ്സിൻ്റെ നോട്ട്സ് ഒക്കെ വിൽക്കുന്ന പോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സാധനമാണ്. ഇതും പോരാങ്കിൽ ഞാൻ ബ്ലർ ചെയ്ത് ഇതുകൂടെ ഇട്ട് തരാം. നിഴല് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇതും പോരാ. നമസ്കാരം പ്രിയരെ, ഫൈനലി ഫസ്മിന സാക്കിന്റെ ഡയറി എക്സ്പ്ലനേഷൻ വീഡിയോ പുറത്തു വിട്ടേക്കുവാണ്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഒരു ചുക്കുമില്ല ആ വീഡിയോയിൽ. വെറുതെ കണ്ട് സമയം കളയരുതെന്ന് ഞാൻ പറയും. ഞാൻ ഈ വീഡിയോയിൽ വളരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് അതിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്നത്. കൂടാതെ ലൈഫ് ഓഫ് അനന്തു പറയുന്ന വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വെറുതെ കണ്ട് സമയം കളയരുത്. 1 മണിക്കൂർ വരും അരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഫസ്മിന ആ വീഡിയോ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇപ്പം തന്നെ 1.5 ലക്ഷം വീഡിയോ വ്യൂസ് ആയി. അതിന് ഞാനത് ലെന്തി ആക്കുന്നില്ല. ഈ വീഡിയോയിൽ കറക്റ്റ് കാര്യം ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈഫ് ഓഫ് അനന്തു പറയുന്ന വളരെ വ്യക്തമായിട്ട്. കാരണം ലൈഫ് ഓഫ് അനന്തു ഈ ലൂപ്പിൽ പെട്ടുപോയിട്ടിരിക്കുന്ന ഒരാളാണ്. സീക്രട്ട് ഏജന്റും ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ആണെങ്കിലും ഞാൻ ഇതിൽ പറ്റുമെങ്കിൽ ഞാൻ ഇതിൽ വെച്ച് തരാം. പക്ഷെ ലൈഫ് ഓഫ് അനന്തു പറയുന്നതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. കാരണം ഇതിൽ ഉൾപ്പെട്ടു പോയിരിക്കുന്നതാണ് ലൈഫ് ഓഫ് അനന്തു. അതുകൊണ്ട് ഇതിൽ നിന്ന് കറക്റ്റ് ക്ലാരിറ്റി ലൈഫ് ഓഫ് അനന്തുവിനും അത്യാവശ്യമായിട്ട് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ലൈഫ് ഓഫ് അനന്തുവിന്റെ വീഡിയോ വെച്ച് തരാം. ഇതൊരു സീരീസ് പോലെ, ഇതൊരു പടമാക്കിയില്ല. എന്താണ് കുഴപ്പം? ജിത്തു ജോസഫിന് വല്ല പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പടം, ദൃശ്യം പോലെ വല്ല പടമാക്കി എടുക്കാം. അതുപോലെയാണ് ഇത്. റിഫേ ആയി, മെഹനാസ്, സഫ, തൊപ്പി ഉണ്ടായാലും ഇതിന്റെ ഇടയിൽ. ഇപ്പൊ അവസാനം ഒരു ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ല. ഫസ്മിനയാണ് ഇപ്പോൾ ഉള്ളത്. ഫസ്മിന സക്കീർ ഇവള് മുത്തു കള്ളിയാണ്. കള്ളത്തരം മാത്രമാണ് പടച്ചു വിടുന്നത്. അപ്പം ഇപ്പൊ നിൽക്കുന്നത് ലല്ലുവും ഫസ്മിനയാണ്. അപ്പൊ നമ്മൾ അതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ലൈഫ് ഓഫ് അനന്തു പറയുന്ന വീഡിയോയിലോട്ട് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തൊക്കെ ഐറ്റംസ് ആണ് നീ ഇടിപ്പിച്ചത്? ഒരു പെണ്ണിന്റെ ന്യൂഡ് ഫോട്ടോ വരെ യവൻ ചാറ്റ് ചെയ്തവളാണെന്നും പറഞ്ഞിട്ട് അവൻ ആ ചാറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഇവള് പറയുന്നത് അവള് ലീക്ക് ആക്കിയില്ലെന്ന്. എന്നിട്ട് ഈ വീഡിയോ ഒക്കെ എന്തോ കാണിച്ചു വെച്ചോണ്ടിരുന്നത്? അവന്റെ മൊത്തം ഐറ്റംസ് തടവുന്നതും പിടിക്കുന്നതും പറിക്കുന്നതും പറത്തുന്നതും അടക്കം ഇവള് ബ്ലർ ആക്കി എടുത്ത് വെച്ചേക്കുന്നു. എന്നിട്ട് പറയാണ് ലീക്ക് ആക്കിയില്ലെന്ന്. യൂട്യൂബിനകത്തോടെ പബ്ലിക് ആയിട്ട് ലീക്ക് ആക്കിയിട്ട് പറയുക ലീക്ക് ആക്കിയില്ലെന്ന്. കൊള്ളാം. എന്നിട്ട് പിന്നെ ലല്ലുവിന്റെ ഒരു ഫോൺ മോഷണ കഥയും പറയുന്നുണ്ട്. ആൻഡ് അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനിതെല്ലാം വിടുന്നു. നീ അത് എന്തെങ്കിലും പറഞ്ഞു, അവൻ പറഞ്ഞ ശരിയായിരിക്കും. അവന്റെ പരിപാടി മൊത്തം നീ പൊളിച്ചടുക്കി. അവൻ വെറുടായ്പാണ്, ലോകവേഴയാണ്, നമ്മളെല്ലാം സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ ചോദിച്ചതൊന്നും അല്ല. ഡയറി വരട്ടെ, ഡയറി എക്സ്പ്ലനേഷൻ വരട്ടെ. അങ്ങനെ ഈ വീഡിയോയുടെ പകുതി ആയപ്പോഴത്തേക്ക് നമ്മുടെ മോൾ ഡയറിയുടെ എക്സ്പ്ലനേഷനിലോട്ട് വരികയാണ്. ഫസ്റ്റ് അലിഗേഷൻ, ജവാൻ ആൻഡ് ജോയിന്റ്. നമ്മുടെ പുണ്യങ്ങളത് ജോയിന്റ് അടിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ട് അവിടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത്, അതായത് 5 പാനൽ ടെസ്റ്റിന്റെ ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നോട്ട് ഡിറ്റക്റ്റഡ് എന്നും പറഞ്ഞിട്ടാണ്. ഈ 5 പാനൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ്, കൊക്കൈൻ അതുപോലുള്ള ഐറ്റംസ്, ഒരു 5 ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഈ 5 പാനൽ ടെസ്റ്റ്. ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ പറയാം. ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു എന്നുള്ളതാണല്ലോ. ജവാൻ പോട്ടെ, ജോയിന്റ് പിടിക്കാം. ജോയിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. അത് തന്നെ. ഈ ടെസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കനാബിസ് അല്ലെങ്കിൽ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം 1 ടൈം യൂസ് ആണെങ്കിൽ, ഒരു തവണ യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്യണം. എന്നാലേ അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു ടെസ്റ്റ് വഴി. ഒരു ഇടത്തരം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 5 തൊട്ട് 7 ദിവസത്തിനുള്ളിൽ അടിച്ച് 5 തൊട്ട് 7 ദിവസത്തിനുള്ളിൽ ചെക്ക് ചെയ്യണം. എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഹെവി യൂസർ ആണ്, റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 30 ദിവസം വരെ ഈ ഒരു ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു അലിഗേഷൻ വന്ന് ഏതാണ്ട് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് ഇവള് ഈ ഒരു ടെസ്റ്റുമായിട്ട് വരുന്നത്. ഇതിന്റെ റിപ്പോർട്ടും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. അന്നേരം ഈ റിപ്പോർട്ടിനകത്ത് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്? അതുമായി ഡയറിക്കകത്ത് എഴുതിയിരിക്കുന്നത് ഫെബ്രുവരി 2026 ഫെബ്രുവരി ഡേറ്റ് ആണെന്ന് കാണിക്കുന്നില്ല. മാർച്ച് കഴിഞ്ഞത് ഏപ്രിൽ 18 10-48 ദിവസമായി. അന്നേരം നീ ഈ സാധനം പൊക്കി പിടിച്ചിട്ട് വന്നിട്ട് നീ വന്നിട്ട് പറയല്ലേ ഞാൻ അടിച്ചിട്ടില്ലെന്ന്. ഒരു രീതിയിൽ നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. നീ വിശ്വസിക്കാൻ കൊള്ളത്തുള്ളതാണെന്ന് നീ ഓൾറെഡി പ്രൂവ് ചെയ്തു. അപ്പം എന്തുകൊണ്ട് ഈ ഡയറിയുടെ വീഡിയോ ഡിലേ ആയി എന്നുള്ളതിന്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് കാര്യം. എവള് ചെയ്യുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എവള് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മൂത്രം കളക്ട് ചെയ്തുകൊണ്ട് നമ്മളെ കാണിക്കുന്ന വീഡിയോ വരെ ഈ ഒരു ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഭയങ്കര നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നുമോളെ, നീ ലോക ഉടായ്പാണ്. നീ വിചാരിച്ചാൽ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ മൂത്രം മാറ്റി വേറെ ആരുടെങ്കിലും മൂത്രം കൊടുത്ത് അത് വെച്ച് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് നിന്റെ പേര് നീ ഇറക്കും. നീ അമ്മാതിരി ഐറ്റമാണ്. അതുകൊണ്ട് നീ ഇമ്മാതിരി ഉടായ്പ നമ്മളൊക്കെ വന്നിരുന്ന അഭിനയിച്ച് തകർക്കുമായിരുന്നു. ആൻഡ് ആക്ച്വലി ഇപ്പൊ മനസ്സിലായല്ലോ ആരാണ് ഡിവോഴ്സ് കൊടുക്കാത്തതെന്ന്. എവളാണ് ഡിവോഴ്സ് കൊടുക്കാത്തത്. എവക്ക് ഡിവോഴ്സ് വേണ്ട. മനസ്സിലായോ? ഡിവോഴ്സ് ആയി പോയി കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ അപരാധിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് കാര്യം. ഫോർ എവർ FJ. ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കുറച്ചു മുമ്പേ കണ്ട ഈ സെയിം സാധനം, അതേ കൈ നമ്മുടെ ജയാണ് കൈ പിടിച്ചേക്കുന്നത്. ഇനി അടുത്തത്, ഈ മസിൽ കണ്ടാ മനസ്സിലാവത്തില്ലയോ ഇത് ആരാണെന്ന്? ഇനി ഞാൻ പറഞ്ഞു തരണോ? കൂടുതൽ ഞാൻ പറഞ്ഞു തരണോ? ഈ മസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ആരാണെന്ന്?
20 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ച് കുഞ്ഞ്. എടി നാണം ഉണ്ടോ നിനക്ക്? നാണം, ഉളുപ്പ്. ഇതും പോരാങ്കിൽ ഞാനൊരു ബ്ലർ ചെയ്ത് ഇതൂടെ ഇട്ട് തരാം. നിഴല് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇതും പോരാ, ഇത് നിനക്ക് പോരാ, ഇതും പോരാ, ഇതൂടെ പിടിച്ചോ കാറിനകത്ത്. ഇത്രയും തെളിവ് മതിയോ? ഇനിയും നീ പറ അവനുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന്. അവനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നീ പറ. നീ പറഞ്ഞിട്ട് പോണം. നീ ഇത് കാണുന്ന നിനക്ക് എന്താ മനസ്സിലാവുന്നത്? നീ ആരെയാ പറ്റിക്കാൻ നോക്കുന്നത്? ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ കിട്ട ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല, പക്ഷെ കണ്ടവരുണ്ട്. അവർക്ക് കാര്യം പിടികിട്ടി ഇത് എങ്ങനെ എന്റെ കൈ വന്നെന്ന്. എന്റെ പൊന്നുമോളെ, നീ ആ റൂട്ട് പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ, അങ്ങോട്ട് നീ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ, അവിടെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ, ഇതിന്റെ അപ്പുറം നീയൊക്കെ കാണിക്കുന്ന ഈ തുണ്ട് വീഡിയോ അതൊന്നും എന്റെ ഇല്ല. അങ്ങനെയുള്ള പരിപാടി ഞാൻ ചെയ്യത്തില്ല. നീ മറ്റേ തുണ്ട് വീഡിയോ പുറത്തുവിടുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്കൊന്നും വേണ്ട. നീ ഇപ്പൊ എക്സ്പോസ് ആയതിനേക്കാളും കൂടുതൽ ഞാൻ എന്നെ എക്സ്പോസ് ചെയ്യും. 17ാമത്തെ വയസ്സിലുള്ള ഓരോ ഐറ്റംസ് ഒക്കെ മോടെ ചരിത്രം ഉണ്ടല്ലോ, അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ദൈവത്തെ ഓർത്ത്. അതുകൊണ്ട് നീ ആ റൂട്ട് അങ്ങ് വിട്ടേരാ. ആ റൂട്ട് നീ പിടിച്ച് പോയി എന്നും വേണ്ട. ഇത് ഞാൻ കാണിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. നീ അവസാനത്തെ ആ ഒരു നിന്റെ 2 ലൈൻ 25 വയസ്സുള്ള ഞാൻ 20 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുമായിട്ട് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പേ ഇല്ല എന്ന്, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്. ചിലപ്പം പറഞ്ഞാൽ ശരിയായിരിക്കും, ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും കാണത്തൊന്നുമില്ല. പക്ഷെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അത് ഈ ഫോട്ടോ സാക്ഷി. ഇവള് പറഞ്ഞൊരു